അവിശ്വാസ പ്രമേയത്തിലൂടെ LDF-ന് ഭരണം നഷ്ടമായ ചുങ്കത്തറ പഞ്ചായത്തിൽ പ്രസിഡന്റായി UDF-ന്റെ വത്സമ്മ സെബാസ്റ്റ്യനെ തിരഞ്ഞെടുത്തു. 9-നെതിരെ 10 വോട്ടുകൾക്കായിരുന്നു വിജയം. LDF അംഗം നുസൈബ സുധീർ അവിശ്വാസ പ്രമേയ ചർച്ചയിൽ PV അൻവറിന്റെ ഇടപെടലിലൂടെ കൂറുമാറിയിരുന്നു. പ്രയാസങ്ങൾ കൂടാതെയും മമതയോ ഉദ്യോഗമോ കൂടാതെയും എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടെയും എന്റെ പരമാവധി കഴിവും പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്നും ദൈവനാമത്തിൽ. ഇന്ന് UDF-ന്റെ വത്സമ്മ സെബാസ്റ്റ്യൻ ചുങ്കത്തറ പഞ്ചായത്തിന്റെ പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തു. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 10-10 എന്നുള്ളതായിരുന്നു ചുങ്കത്തറയിലെ സീറ്റ് നില. അന്ന് നറുക്കെടുപ്പിലൂടെ ഭരണം UDF-ന്. അധ്യക്ഷയായി വത്സമ്മ സെബാസ്റ്റ്യൻ തന്നെ. പക്ഷേ പിന്നീട് സംഭവിച്ചത് ആദ്യ കൂറുമാറൽ നടന്നു. മുസ്ലിം ലീഗ് സ്വതന്ത്രയായിരുന്ന നജുമുന്നീസയെ ഒപ്പം നിർത്തി LDF അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നു. അതിൽ പ്രധാനമായും ചരട് വലിച്ചത് അന്ന് LDF-നൊപ്പം നിന്ന PV അൻവർ. 2022 ഏപ്രിൽ 4-ന് നടന്ന അവിശ്വാസ പ്രമേയം വിജയിച്ചു. ഇതോടെ ഭരണം LDF-ന്. TP റീന പ്രസിഡന്റായി. അപ്പോൾ സീറ്റ് നില LDF-ന് 10, UDF-ന് 9 എന്നതായിരുന്നു. നജുമുന്നീസയ്ക്കെതിരെ കൂറുമാറൽ ചട്ടം കൊണ്ടുവന്ന് അംഗത്വം റദ്ദാക്കി. വാർഡിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ വിജയം UDF-നൊപ്പം. സീറ്റ് നില വീണ്ടും 10-10 പിന്നീടാണ് കേരള രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കി PV അൻവർ മുഖ്യമന്ത്രിക്കെതിരെ തന്നെ തിരിയുന്നതും LDF-ൽ നിന്ന് വിട്ടുപോരുന്നതും. ആ കാറ്റ് കൂടുതൽ വീശിയടിച്ചത് ചുങ്കത്തറ പഞ്ചായത്തിലാണ്. തൃണമൂൽ കോൺഗ്രസിന്റെ നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റായ സുധീർ പുന്നപ്പാലയുടെ ഭാര്യയാണ് ചുങ്കത്തറ പഞ്ചായത്തിലെ LDF അംഗം നുസൈബ സുധീർ. CPM-നെ പരാജയപ്പെടുത്താൻ നുസൈബയെ UDF-നൊപ്പം നിർത്തി PV അൻവർ. വീണ്ടും അവിശ്വാസ പ്രമേയം. അന്ന് ചുങ്കത്തറ സാക്ഷിയായത് വലിയ സംഘർഷത്തിനാണ്. അവിശ്വാസ പ്രമേയം വിജയിച്ചു. ഭരണം നേടിയ UDF-ന് ചുങ്കത്തറയിൽ 2ാം ഊഴം. ഒപ്പം വത്സമ്മ സെബാസ്റ്റ്യനും. ഒരു നെറികെട്ട ഭരണമാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. കാരണം ഒരു കാര്യവും സാധാരണക്കാർക്ക് ചെയ്തു കൊടുക്കാത്ത, കിട്ടിയ ഫണ്ട് പോലും വേണ്ടത്ര രീതിയിൽ ചെലവഴിക്കാത്ത ഒരു ഭരണമാണ് മുന്നോട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളം കണ്ട ഏറ്റവും വലിയ ഏകാധിപതിയായ മുഖ്യമന്ത്രിയുടെ ധിക്കാരത്തിനെതിരായി കൊണ്ട് ആ മുന്നണിയിൽ തന്നെ പാളയത്തിൽ പടയുണ്ടാക്കി പിണറായിസത്തിനെതിരായി പ്രതികരിച്ചുകൊണ്ട് ആ മുന്നണിയിൽ നിന്ന് പുറത്തു വന്ന ശ്രീ PV അൻവർ അദ്ദേഹം സ്വീകരിച്ച ഒരു രാഷ്ട്രീയ നിലപാടിൻ്റെ ഭാഗമായി പല മെമ്പർമാരും ഈ നിലമ്പൂരിൽ ആ പാർട്ടി വിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിട്ട് ഐക്യ ജനാധിപത്യ മുന്നണിയിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായ ഒരു ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായിട്ടുള്ള ഭരണമാറ്റമാണ് നിലമ്പൂരിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തലങ്ങും വിലങ്ങുമുള്ള കൂറുമാറ്റത്തിന്റെ രാഷ്ട്രീയ കളികളാണ് ചുങ്കത്തറയിൽ നടന്നത്. ഇതാ തദ്ദേശ തെരഞ്ഞെടുപ്പും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് തന്നെ പടിവാതിൽക്കലാണ്. ചുങ്കത്തറ വീര്യം കൂട്ടിയെന്ന് UDF-ഉം ഒറ്റപ്പെട്ട സംഭവമെന്ന് LDF-ഉം പറയുന്നു. കാത്തിരുന്ന് തന്നെ കാണണം. ഹർഷക്കിനൊപ്പം വിപിൻ C. വിജയൻ, 24 മലപ്പുറം.